ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖവും സമാധാനത്തോടെ ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും രാഗി തന്നെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെയും ഒരു അതിരാവിലെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ അമ്മമ്മയുടെ വീട്ടിലൊക്കെ പോകുന്നുണ്ട്. തേങ്ങാപ്പാലിൽ വെച്ചിട്ടുണ്ടാക്കിയ ഇടിയപ്പം, അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഒരു 4 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ എഴുന്നേറ്റപ്പോഴത്തേന്. ഇത് അതിരാവിലെയുള്ള വീഡിയോ ആണ്. റൂമിനകത്തായതുകൊണ്ടാണ് നല്ല വെട്ടവും വെളിച്ചമൊക്കെ. ഞാൻ പുറത്തിറങ്ങുമ്പോൾ കാണിച്ചു തരാം കേട്ടോ, പുറത്ത് ഇരുട്ട് എന്താണെന്ന്. ഇനിയിപ്പം കുളിക്കണം. കുളിച്ചിട്ട് വന്ന് തനിക്കുട്ടൻ എഴുന്നേറ്റിട്ടില്ല. തനിക്കുട്ടൻ നല്ല സുഖമായിട്ട് ഉറങ്ങുകയാണ്. അവൻ ഇന്നലെ രാത്രി കുറച്ച് ലേറ്റായിട്ടാണ് കിടന്നുറങ്ങിയത്. നന്നായിട്ട് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഞാൻ അവനെ ശല്യപ്പെടുത്തുന്നൊന്നുമില്ല. ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്ന് ഇനി നമുക്ക് വിളക്കൊരുക്കാം. വിളക്കൊരുക്കി വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം പിന്നെ ഇന്ന് നടക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഞാൻ നടക്കാനൊക്കെ പോയി തുടങ്ങി. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടില്ലേ, അമ്മ എന്നും നടക്കാൻ പോകും. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ പോകണമെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര മടിയാണ്. ഇപ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ട് മടി മാറ്റി ഞാൻ കൊണ്ടുവരുന്നതേ ഉള്ളൂ കേട്ടോ. ലൈഫിൽ നമ്മൾ പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യവും നടക്കില്ല. നമ്മൾ എന്തെങ്കിലും കാര്യം ആഗ്രഹിക്കണമെങ്കിൽ അത് നമുക്ക് പറ്റുമെങ്കിൽ അപ്പം തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എവിടെയെങ്കിലും പോകണമെന്ന് തോന്നണമെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിലും അപ്പം തന്നെ നമ്മൾ നാളെ ചെയ്യാം, അല്ലെങ്കിൽ എല്ലാം സൗകര്യങ്ങളും വന്നിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു കാര്യവും ലൈഫിൽ നടക്കാൻ പോണില്ല. എല്ലാം സെറ്റായി എല്ലാം ശരിയായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പം ഞാനിപ്പോൾ അങ്ങനെ ചിന്തിക്കാറേ ഇല്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മുടെ സിറ്റുവേഷൻ, ഓരോരുത്തരുടെ സിറ്റുവേഷനും ഓരോ രീതിയിലല്ലേ. അപ്പം നമ്മുടെ സിറ്റുവേഷൻ നമുക്ക് മാത്രമല്ലേ അറിയൂ. പറ്റുന്ന യാത്രകൾ പോകണമെന്ന് തോന്നിയാൽ ഞാൻ പോവും. നമുക്ക് പറ്റുന്ന സാധനങ്ങൾ വാങ്ങണമെന്ന് തോന്നിയാൽ അയ്യോ ഇത് വാങ്ങണോ വേണ്ടേ എന്ന് ചിന്തിക്കില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനത് വാങ്ങും. വേറെ ആരെയും ദ്രോഹിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പം കുറേ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വല്ല കാര്യങ്ങൾ നടക്കുമോ, നമ്മളെ കൊണ്ട് പറ്റുമോ, അങ്ങനെ കുറേ അങ്ങനെ ചിന്തിച്ചിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പം ഞാൻ അങ്ങനെയും ചിന്തിക്കില്ല. നടക്കുമോ നടക്കാതിരിക്കുകയോ ചെയ്യട്ടെ, ഞാനത് പറ്റുമെന്ന് തന്നെ ചിന്തിക്കുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷനില്ലേ, അത് തന്നെയാണ് സംഭവം. നമ്മളങ്ങനെ തന്നെ ചിന്തിക്കുക. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിലോ അത് ചിലപ്പം പറ്റുമോ പറ്റാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ നമ്മൾ പറ്റുമെന്ന് തന്നെ അങ്ങ് വിചാരിക്കുക. എപ്പോഴെങ്കിലും നമുക്കത് കിട്ടും, എങ്ങനെയെങ്കിലും നമുക്കത് കിട്ടിയിരിക്കും. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് പ്രയത്നിക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. മറ്റൊരാളെ ദ്രോഹിക്കാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് കിട്ടുമെന്ന് തന്നെ വിചാരിച്ച് പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. ഉറപ്പായിട്ടും നമുക്കത് കിട്ടും. പിന്നെ തലയിൽ ഇങ്ങനെ തോർത്ത് കെട്ടി വെച്ചിട്ട് നമ്മൾ വിളക്കൊന്നും കത്തിക്കാൻ പാടില്ലെന്ന് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ എപ്പോഴും വിളക്ക് കത്തിക്കുമ്പോഴത്തേക്ക് തലയിൽ കെട്ടിയൊന്നും തോർത്തൊക്കെ ഇല്ലേ, അങ്ങനെ കെട്ടി വെക്കാറില്ല. പിന്നെ ഒരു സെൽഫ് കെയറിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പൗഡറും കരിയൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം, അത്രയേ ഉള്ളൂ ഇതിലൊക്കെ. വീട്ടിൽ ഒരുങ്ങി നിൽക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് ഒരുങ്ങി തന്നെ നിൽക്കണം കേട്ടോ. വലിയ മേക്കപ്പൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും. അങ്ങനെ ഞാൻ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. ഇനി തൊഴുതിട്ടൊക്കെ കിച്ചണിലോട്ട് പോകണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ വീട്ടിൽ പറഞ്ഞിട്ടില്ലേ യോഗയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ യോഗയൊക്കെ ചെയ്യണം. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിലൊരു കാര്യം പറയാൻ വിട്ടുപോയത് കേട്ടോ. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ചാനൽ കുറച്ച് ദിവസമായി മോണിറ്റൈസേഷനൊക്കെ ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഞാൻ അറിയിക്കുകയാണേ. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അങ്ങനെ നേരെ അടുക്കളയിലോട്ട് വന്നു. അഗർബത്തിയൊക്കെ കത്തിച്ച് വെച്ചു. എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ അടുക്കളയിലും ഒന്ന് നടയിലും അഗർബത്തി കത്തിച്ച് വയ്ക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഏതാണ്ട് 1 വർഷമായി കേട്ടോ. കറക്റ്റ് 1 വർഷം ആവാറായി. അപ്പോൾ ഇപ്പോഴാണ് ഈ ഒരു ഇടയ്ക്കാണ് എനിക്ക് മോണിറ്റൈസേഷനൊക്കെ ആയിട്ടോ. അപ്പോൾ ഇതുപോലെ ചാനലൊക്കെ ഉള്ളവർ സ്റ്റാർട്ട് ചെയ്തവരും മോണിറ്റൈസേഷൻ ആവാത്തവർ വിഷമിക്കേണ്ട, ഉറപ്പായിട്ടാവും കേട്ടോ. നിങ്ങൾ അതിന് വേണ്ടി വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. ഞാൻ ഈ ഒരു ഇടയ്ക്കാണ് ഡെയിലി വ്ളോഗ്സ് പോലെ ഇങ്ങനെ ഇടാൻ തുടങ്ങിയത്. അതിന് മുമ്പേ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ട്രാവൽ വ്ളോഗ്സ് പോലത്തെ വീഡിയോസൊക്കെ ആയിരുന്നു. പക്ഷേ അതിനൊക്കെ ഭയങ്കര വ്യൂസ് കുറവാണ്. പിന്നെ കിച്ചണിൻ്റെ ഏതോ ഒരു പ്രൊഡക്ട്സിൻ്റെ വീഡിയോയ്ക്കാണ് അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പം കുറേ നാളായിട്ട് ഷോർട്സ് ഇടുന്നതും കുറവാണ്. അപ്പോൾ ഇനി ഷോർട്സൊക്കെ ഇടണം. അപ്പം ഞാൻ ഇന്നലെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മറ്റേ ആ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് പിന്നെ അവിടെ കുറച്ച് വെള്ളമൊക്കെ ആയി. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. രാവിലെ വെള്ളം കുടിക്കുന്നത് ഭയങ്കര നല്ല കാര്യമാണ്. ഉറപ്പായിട്ട് എല്ലാവരും വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഞാൻ 1 ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട്. എല്ലാ ദിവസവും കുടിക്കുന്നതിനാണ്. എല്ലാം രാവിലെ എഴുന്നേറ്റ് ഉടനെ 1 ഗ്ലാസ് വെള്ളം കുടിക്കും. ഇനി വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് യോഗ ചെയ്യാൻ പോകട്ടോ. യോഗ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റൊക്കെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല, എനിക്ക് മുട്ടൊന്നും മടങ്ങുന്നുണ്ടായിരുന്നില്ല. കുറേ നാൾ ചെയ്തിട്ടേ. അപ്പോൾ ഇപ്പം കുഴപ്പമില്ല, ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മുകളിൽ ഞാനിന്ന് പുറത്തിറങ്ങുന്നില്ല. പുറത്ത് നല്ല ഇരുട്ട്. ഞാൻ പുറത്ത് നോക്കിയപ്പോൾ ഭയങ്കര ഇരുട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അകത്തുനിന്ന് തന്നെ ചെയ്യാമെന്ന്.
ഞാൻ വലിയ വലിയ അഭ്യാസങ്ങളൊന്നും എടുക്കാറില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യും കേട്ടോ, ചെറുതായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാടങ്ങ് ചെയ്താൽ എനിക്ക് ശ്വാസം മുട്ടൽ വരും. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ഒരുപാടങ്ങനെ ചെയ്യാറില്ല. എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ സ്പീഡിലിട്ടേക്കുന്നതുകൊണ്ടാണ് സ്പീഡിലാണ് റൺ ചെയ്ത് പോകുന്നത് വീഡിയോയെ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോ കാണാനാണ് ഇഷ്ടം ഞാനിടുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പം ഞാൻ മോർണിംഗ് വ്ളോഗ് ആർക്കും ഇഷ്ടമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മോർണിംഗ് വ്ളോഗ് കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ ഇടയ്ക്ക് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈവനിങ് വ്ളോഗ് ഇടുമെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ഇടാം കേട്ടോ. ഇനി ചായ ഇടാം. ചായ ദേ പൊങ്ങി വന്നിട്ടുണ്ട്. ചായ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇന്നിവിടെ ഇടിയപ്പമാണ് കേട്ടോ. ഇടിയപ്പവും അതുപോലെ തന്നെ കുറുമ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതുണ്ട്. ഇടിയപ്പം അമ്മയാണ് ശരിയാക്കുന്നത്. ഇടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവും അതുപോലെ തന്നെ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ അരച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളതാണ്. അതും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നടക്കാൻ പോകണം. നടക്കാൻ പോയിട്ട് വന്നിട്ട് ബാക്കി ഇടിയപ്പം റെഡിയാക്കുന്നതേ ഉള്ളൂ. ബാക്കി എല്ലാ സെറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് തനുവിന് സ്കൂളുണ്ട്, അപ്പോൾ അവന് ഇടിയപ്പമാണ് കൊടുത്തു വിടുന്നത്. പിന്നെ ഇന്നലത്തെ പത്രമൊക്കെ മാറ്റി ഇന്നത്തെ പത്രം എടുത്ത് വെച്ചു. നേരത്തെ ന്യൂസ് പേപ്പർ വന്നു കേട്ടോ ഇവിടെ. ഇപ്പോൾ ഏതാണ്ടൊരു 6 മണി ആയിട്ടുണ്ട് കേട്ടോ സമയം. ഞാൻ പഴയ ന്യൂസ് പേപ്പർ ഇങ്ങനെ ഇവിടെ അടുക്കിയാണ് വെക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോഴത്തേക്ക് കാണാമല്ലോ, പിന്നെ ഒതുങ്ങിയിരിക്കും. ഞാൻ പണ്ടൊരു ക്ലീനിങ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പേപ്പറൊക്കെ അടുക്കി വെച്ചു. ഇനി അമ്മയുടെ കൂടെ നടക്കാൻ പോകണം. നമ്മുടെ വീടെന്ന് വെച്ചാൽ മെയിൻ റോഡല്ല കേട്ടോ, ഇട റോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നടക്കാൻ മോർണിംഗ് വാക്കിന് പറ്റിയ സ്ഥലമാണ്. ഒരുപാട് ഇടവഴികളുമുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ കൂടെ വേണമെങ്കിലും നടക്കാം. എന്നുവെച്ചാൽ ഒരുപാട് സ്ഥലമുണ്ട്. നല്ല ഒരുപാട് വണ്ടിയൊന്നും വരത്തില്ലല്ലോ. അപ്പോൾ നല്ല സ്വസ്ഥമായി നമുക്ക് നടക്കാൻ പറ്റും. പിന്നെ മെയിൻ റോഡിലുള്ളവരും ഒക്കെ ഇതുവഴി നടക്കാൻ വരും കേട്ടോ. നമ്മളിപ്പോൾ ഇന്ന് ഇച്ചിരി ലേറ്റായെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു 6 മണി 6:10 ആയി. ഇവിടെ അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ കിച്ചൺ വർക്കൊന്നുമില്ല കേട്ടോ. എനിക്ക് ക്ലീനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്താൽ മതി. വലിയ രീതിയിൽ മെയിനായിട്ടുള്ള കുക്കിംഗ് പരിപാടീസ് ഞാൻ ചെയ്യും. പക്ഷേ എന്നാലും മെയിനായിട്ടുള്ളത് അങ്ങനെ എന്താ പറയുക, നാളെ എന്തുണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയൊന്നും എനിക്ക് അങ്ങനെയില്ല. അത് അമ്മയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ കുറേ ഇടവഴികളുണ്ടെന്ന്. ഞാണ്ട് ഇതുപോലെ കുറേ ഇടവഴികളുണ്ട്. അപ്പം അവിടെ കൂടെ എവിടെ വേണമെങ്കിലും നമുക്ക് നടക്കാം. നമ്മുടെ ഏരിയയിലുള്ള ടർഫാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ നടക്കത്ത ഇച്ചിരി സ്ലോ ആണ്. അമ്മ ഫ്രണ്ടിൽ കൂടി പോകുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഇതാണ് ഫുട്ബോൾ ക്രിക്കറ്റ് ടർഫ്. ഇത് മെയിൻ റോഡാണ് കേട്ടോ. അപ്പം കുറച്ച് ദൂരമൊക്കെ നടന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നു. അത്യാവശ്യം അത്രയൊക്കെ നടന്നാൽ മതി. എനിക്ക് തോന്നുന്നു ഒരു 400 മീറ്ററൊക്കെ അത്രയൊക്കെ നടന്നിട്ടുള്ളൂ. ഇനി ചെന്നിട്ട് ഇടിയപ്പം അങ്ങനെ ഉണ്ടാക്കണമെന്ന്. പണ്ട് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ മാവ് കുഴച്ചെടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ തേങ്ങ കുറച്ചിടുക, അങ്ങനെയായിരുന്നു. ഇപ്പോൾ തേങ്ങാപ്പാലില്ല. അതാണ്ട് തേങ്ങാപ്പാൽ നേരത്തെ എടുത്ത് വെച്ചില്ല, അത് തിളപ്പിച്ചിട്ട് അത് ഒഴിച്ചിട്ടാണ് കുഴയ്ക്കുന്നത് കേട്ടോ. പിന്നെ തേങ്ങയൊന്നും യൂസ് ചെയ്യാറില്ല. തേങ്ങാപ്പാലിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് ഉപ്പിട്ട തേങ്ങാപ്പാൽ വെട്ടി തിളപ്പിച്ചിട്ട് അത് വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് ഇടിയപ്പത്തിനുള്ള മാവ് കേട്ടോ. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ ജനലൊക്കെ തുറന്നിട്ടു. തനുവിന് ടൈം ടേബിളൊക്കെ ഇന്നലെയേ ഞാനല്ല തനു തന്നെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇടിയപ്പത്തിന് വേണ്ടിയിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ 2 ഇതുണ്ട് കേട്ടോ, ഇഡലി കുക്കർ 2 ഉണ്ട്. അപ്പോൾ 2 എണ്ണത്തിൽ ഇതുപോലെ ഇടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ളത് ഇങ്ങനെ എന്താ പറയുക ചുറ്റിച്ച് വയ്ക്കും. പിന്നെ ഇടിയപ്പം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, അത് പറയണ്ടല്ലോ. ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ തേങ്ങാപ്പാൽ തിളപ്പിച്ച് ഉപ്പും കൂടി ഇട്ട് തിളപ്പിച്ച് അത് ആ വെള്ളമാണ് കുഴയ്ക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഇനി ചെയ്ത് നോക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടില്ല, നല്ല സോഫ്റ്റും ആയിരിക്കും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. നമ്മളിങ്ങനെ തേങ്ങ കൊത്തൊന്നും മുകളിലിടാറില്ല. അതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ ചില്ലില്ലേ, അച്ച് പോലത്തെ സംഭവം, അത് ചെറിയ ഹോൾസ് ഉള്ളതാണ് യൂസ് ചെയ്യുന്നത്. നോർമലിനേക്കാളും നല്ല ചെറിയ ഹോൾസ് ഉള്ളത്. ഇനി ഞാൻ റൂമിലോട്ട് വന്ന് ഷീറ്റൊക്കെ മടക്കി വെച്ചിട്ട് തനുക്കുട്ടനെ എഴുന്നേൽപ്പിക്കാനുള്ളൊരു തത്രപ്പാടില്ല. അവൻ ഇച്ചിരി വിളിച്ചിട്ടൊന്നും എഴുന്നേൽക്കുന്നില്ല. പിന്നെ അവൻ്റെ ഡ്രസ്സെല്ലാം എടുത്ത് അയൺ ചെയ്ത് വെക്കാം. അവൻ ഉണരുന്നതിന് മുമ്പേ തന്നെ അവൻ്റെ ഡ്രസ്സെല്ലാം എടുത്ത് അയൺ ചെയ്ത് വെക്കാം. ഇനിയിപ്പം ഇന്ന് എക്സാം ഉണ്ട് കേട്ടോ, മലയാളം ഡിറ്റേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2-ാം തീയതി മുതലേ അവൻ്റെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇടിയപ്പമൊക്കെ ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കറി കുറുമയാണ്. അത് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ വെച്ച് കുറച്ചെടുത്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചു. വെച്ച സമയത്ത് തന്നെ തണുത്തിട്ട് കുറച്ചെടുത്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റും. പിന്നെ പിറ്റേ ദിവസം ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് ചൂടാക്കും. പിന്നെ സാമ്പാറും ഒക്കെ ഇരുന്നു, അതെല്ലാം ഒന്ന് ചൂടാക്കി എടുത്തു. അമ്മൂമ്മയുടെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് എല്ലാം ധൃതിക്കുക കേട്ടോ ചെയ്ത്. രാവിലെ തനുക്കുട്ടനെ വിട്ട വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ഇച്ചിരി ധൃതിക്ക് അവനെ വിട്ടത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങോട്ട് അമ്മൂമ്മയുടെ വീട്ടിൽ അമ്മൂമ്മയൊന്നും ഇല്ല കേട്ടോ. അമ്മൂമ്മയും അപ്പൂപ്പനും മരിച്ചുപോയി.
അമ്മൂമ്മ മരിച്ചിട്ട് ഏതാണ്ട് 1 വർഷത്തിൽ കൂടുതലായി, 1.5 വർഷമാവും, നവംബറിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോവാൻ കുടുംബ വീട് അടച്ചിട്ടേക്കുവാണ്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ അമ്മയുടെ സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോവാം. അല്ലാണ്ട് അമ്മൂമ്മയെ കാണാൻ അങ്ങനെയില്ല, കുറേ നാളായി എവിടെയൊക്കെ പോയിട്ട്. അപ്പോൾ ഇന്ന് അമ്മ പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേന് ഞാൻ വിളിച്ച് ഞാനും കൂടി പോകാമെന്ന്. പിന്നെ അച്ഛൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അമ്മൂമ്മയുടെ വീട്ടിൽ പോയിട്ട് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനും ഇങ്ങ് തിരിച്ച് വരും. അമ്മൂമ്മയുടെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞ് ശീലിച്ചതാണ്. വല്യമ്മയുടെയൊക്കെ വീട്ടിലാണ് പോകുന്നത് ശരിക്കും. ഞാൻ പറ്റുമെങ്കിൽ ആ വീടിൻ്റെ വീഡിയോ ഇട്ട് തരാം. പണ്ടത്തെ ഓടിട്ട വീടില്ലേ, അതാണ് സംഭവം. ഇതേ എത്താറായി കേട്ടോ. ഇത് പ്രൈവറ്റ് റോഡാണ് കേട്ടോ, നമ്മുടെ തന്നെ റോഡാണ്. ഇവിടെ എല്ലാ അത്രയും റിലേറ്റീവ്സാണ്, അമ്മയുടെ സഹോദരങ്ങളൊക്കെയാണ്. ഇതാണ് അമ്മൂമ്മയുടെ വീട് കേട്ടോ. പക്ഷേ അത് പൂട്ടിയിട്ടേക്കുവാണ്, അവിടെ ഇപ്പോൾ ആരുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇടയ്ക്ക് ഇവിടെ ക്ലീൻ ചെയ്യാനൊക്കെ ആൾ വരുമെന്ന് കേട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പണ്ടത്തെ കിണറൊക്കെയാണ് കേട്ടോ, കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമല്ലേ. ഞാൻ എനിക്ക് തോന്നുന്നു കുറേ നാൾ ഞങ്ങളിവിടെ താമസിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ഗൾഫിലായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങളിപ്പോൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അത് അടച്ചിട്ടേക്കുമായിരുന്നു. അച്ഛൻ ലീവിന് വരുമ്പോൾ മാത്രമേ നമ്മളവിടെ താമസിക്കുകയുള്ളൂ. അപ്പം ഞങ്ങൾ കുട്ടിക്കാലത്ത് അമ്മൂമ്മയുടെ വീട്ടിലായിരുന്നു. അങ്ങനെ അതിൻ്റെ കുറേ ഓർമ്മകളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ പണ്ട് ഉണ്ടാക്കിയ കിണറല്ലേ, അപ്പോൾ ഇനി അത് എന്തോ ക്ലീൻ ചെയ്യാനൊക്കെ ആൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ ബാക്കി റിലേറ്റീവ്സിനാണെങ്കിൽ ഈ കാണുന്ന എല്ലാം അമ്മയുടെ ചേച്ചിയുടെ മോള്, അങ്ങനത്തെ എല്ലാം ഇത് മൊത്തം ബന്ധു തന്നെയാണ്. അപ്പോൾ ഓരോരോ വീട്ടിലായിട്ട് ഇവിടെ വന്നാൽ എല്ലാ വീട്ടിലും കയറി ഇറങ്ങും. അപ്പം ഈ ഒരു വല്യമ്മയുടെ വീട്ടിലെ പൂക്കളാണ്. ഇവിടെയൊക്കെ പോയിട്ട് വരുമ്പം എനിക്ക് ആവശ്യമുള്ള പൂവ് ചെടികളൊക്കെ കൊണ്ടുവരും കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ നെക്സ്റ്റൊക്കെ അടിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ തറവാടും അമ്മൂമ്മയുടെ വീട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളല്ലേ, പണ്ടത്തെ ഓർമ്മകളൊക്കെ. അപ്പോൾ ഇനി ഓരോ വീട്ടിലും പോയി വിശേഷങ്ങൾ പറയാനും കേൾക്കാനും ഒക്കെ ഉണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നവരെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് മെയിനാണ്. നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം മറ്റൊരു നല്ല വീഡിയോയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.